Hi everyone, welcome back to my channel, my English Designer. Are you excited? Really excited. The first one is, how can you talk about the same thing again and again? Okay. നിങ്ങൾക്ക് എങ്ങനെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട് ഒരു അമ്മ അവനോട് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കി പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അവളൊരു ഒറ്റ ബുദ്ധിയാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ സീന് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഒരേ കാര്യം തന്നെ നിനക്ക് എങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ കഴിയുന്നത് എന്നാണ് ഹൗ ക്യാൻ യു ടോക്ക് അബൌട്ട് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത വേർഡ് നോക്കാം. സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എൻ്റെ ഫ്രണ്ട് എന്നോടൊരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. അപ്പം ഞാനത് അറിഞ്ഞു, എന്തോ ഒരു കാര്യം അവൻ എന്നോട് മറച്ചു വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, യു ആർ ഹൈഡിങ് സംതിങ് ഫ്രം മീ. യു ആർ ഹൈഡിങ് സംതിങ് ഫ്രം മീ. നീ എന്തോ ഒരു കാര്യം എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. ടെൽ മീ ദി ട്രൂത്ത്. സത്യം പറ. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുന്നത് നിത്യജീവിതത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള കുറച്ച് വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. വേർഡ് ഡിഡ് ഹി സേ എനിത്തിങ് അബൌട്ട് മീ. ഡിഡ് ഹി സേ എനിത്തിങ് അബൌട്ട് മീ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഡിഡ് ഹി സേ എനിത്തിങ് അബൌട്ട് മീ. ഓക്കെ, അവനോട് ചോദിക്കുക, അവൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. ഡിഡ് ഹി അവിടെ പാസ്റ്റ്. ഓക്കെ, പാസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഡിഡ് ഹി സേ എനിത്തിങ് അബൌട്ട് മീ. അവനെന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു നിങ്ങളോട്. ഓക്കെ, അടുത്ത വേർഡ് വീക്കെൻഡ് വരുന്നുണ്ട്. എന്താണ് നിന്റെ പ്ലാന്? ഓക്കെ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ വീക്കെൻഡിൽ ചിലവഴിക്കാനായിട്ട് എവിടെയെങ്കിലും പോകുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കൂല. അപ്പം എങ്ങനെ പറയാം, വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദിസ് വീക്കെൻഡ്. ഇങ്ങനെയും പറയാം, വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ ദിസ് വീക്കെൻഡ്. ഓക്കെ, നിന്റെ ഈ വീക്കെൻഡിൽ നിന്റെ പ്ലാൻ എന്താണ്. നിങ്ങളുടെ ഫ്രണ്ട് എന്തോ ഒരു തെറ്റ് ചെയ്തു. ഓക്കെ, അവന് പിന്നീടാണ് അത് ബോധ്യമായത് തെറ്റായിരുന്നു. അപ്പം നിങ്ങൾ അദ്ദേഹത്തോട് പറയാണ്, യു ഷുഡ് ഹാവ് എ തോട്ട് ബിഫോർ ഡൂയിങ് ദിസ്. ഓക്കെ, നീ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. ഒരു ഗൗരവമുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തെറ്റായി പോയെന്ന് പിന്നെ റിഗ്രറ്റ് വരാം, ഫീലിംഗ് വരികയാണ് അവന്. അപ്പോൾ അവൻ തന്നെ സ്വയം ചിന്തിക്കുകയാണ് തെറ്റായി പോയല്ലോ. അപ്പോൾ നിങ്ങൾ അവനോട് പറയാണ്, യു ഷുഡ് ഹാവ് എ തോട്ട് ബിഫോർ ഡൂയിങ് ദിസ്. ഓക്കെ, നീ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു എന്ന് പറയാം, നിങ്ങൾ അഡ്വൈസ് ചെയ്യാണ്. ഓക്കെ, അതായത് ഷുഡ് ഹാവ്. നമ്മൾ ഷുഡ് ഹാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ലാ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ.